സ്വന്തം മകളെ മറ്റൊരുത്തരെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കുക മാതാപിതാക്കൾ. എന്താന്നല്ലേ, പെണ്ണ് കാണാൻ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവമേ അല്ല ഇവർക്ക് വിവാഹം കഴിയുമ്പോൾ. ഇവർക്ക് എന്ന് പറയുമ്പോൾ ചെറുക്കനും ചെറുക്കൻ്റെ വീട്ടുകാർക്കും വിവാഹം വരെ മാത്രമേ അവരുടെ ഒരു അഭിനയം ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ അവരുടെ മുഖം വേറെയാണ്. എന്താ, ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ? നമ്മൾ വളർത്തി വലുതാക്കിയ നമ്മുടെ മകൾ ആ വീട്ടിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിലായിരിക്കും. ശരിയല്ലേ? ഇടയ്ക്ക് മുറയ്ക്ക് ഞാനിങ്ങനെ നോക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുകയല്ലേ. ഇടയ്ക്കിടയ്ക്ക് കൊതുക് ശല്യം ചെയ്യും. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകും. അപ്പം ഞാൻ പറയുന്നത് ശരിയല്ലേ? ചോദിച്ചത് ശരിയാണ്, ഞാൻ പറഞ്ഞത് ശരിയാണ് അല്ലേ? പെണ്ണ് കാണാൻ വരുമ്പോൾ ഒരു കല്യാണാലോചന വന്ന് പെണ്ണ് കാണാൻ വരുമ്പോൾ ഒരു സ്വഭാവമായിരിക്കും. വിവാഹം എന്ന ആ ഒരു മുഹൂർത്ത സമയം അല്ലെങ്കിൽ അത് കഴിയുന്നത് വരെ ഒരു സ്വഭാവമായിരിക്കും പയ്യൻ്റെ വീട്ടുകാർക്ക്. പെൺകുട്ടിയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അന്നേരം മാറും ഇവരുടെയൊക്കെ വിധമാറ്റം. ആദ്യം പയ്യൻ്റെ വീട്ടുകാരുടെ ഒപ്പം ആ പയ്യൻ്റെ മനവും മാറ്റിയെടുക്കും. തുടങ്ങും പ്രശ്നങ്ങൾ. അവിടെ നമ്മുടെ കുട്ടി ഒറ്റയ്ക്കാണ്, മറ്റുള്ളവരെല്ലാം കൂട്ടമായിരിക്കും അവിടെ അല്ലേ? പയ്യൻ എല്ലാവരും കാണും, അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവർ മതി പോരെ. ഈ പെൺകുട്ടി ഒറ്റയ്ക്കായിരിക്കും. ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഈ കുട്ടിയെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മാനസിക പീഡനത്തിനിരയാക്കുക. ആദ്യം മാനസികമായിട്ടാണ് പീഡിപ്പിക്കുക. അത് കഴിഞ്ഞാൽ ശാരീരിക പീഡനം തുടങ്ങും. ശാരീരിക പീഡനം തുടങ്ങുന്നത് ഉടനെ തുടങ്ങിയില്ലെങ്കിലും ഒരു ദിവസത്തെ ഇടവേളവും അത് കഴിയുമ്പോൾ തുടങ്ങും. മാനസിക പീഡനം ചെന്ന് കയറുന്ന നിമിഷം മുതൽ തുടങ്ങും. പലരും അറിയാതെ പോകുന്ന ഒന്നാണ്. അവിടം തൊട്ട് തുടങ്ങും ആ കുട്ടിയുടെ മനസ്സിൻ്റെ താളം തെറ്റ്. അവിടെ നിന്നാണ് അത്